to keep you updated with what's going on around. Jintash with Thomas will be doing the news reading. Many of us are still yet to recover from the first news reading effect, so she will do the next one. നമസ്കാരം. YPF വാർത്തകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 5-6 മാസങ്ങളായി വാർത്തകൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെ പോലും വിടാതെ പിന്തുടരണമെന്നുള്ള YPF സെക്രട്ടറി ഏബലിൻ്റെ വാക്കുകൾക്ക് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ആരംഭിക്കുന്നു. പതിവ് തെറ്റിക്കാതൊരു മുന്നറിയിപ്പ്. ഈ വാർത്തകൾ തികച്ചും മായമില്ലാത്തതും രാസവസ്തുക്കൾ ചേർക്കാത്തതുമായതിനാൽ വാർത്തകളിലെ പോരായ്മയ്ക്കുള്ള അടികളും ബൈറ്റുകളും അധ്യക്ഷൻ അലിൻ ബ്രദറിനും സെക്രട്ടറി ഏബലിനും നൽകാമെന്നും അറിയിച്ചുകൊള്ളുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ഈ വർഷത്തെ ഫോട്ടോഗ്രാഫർ അവാർഡ് പാസ്റ്റർ ജോൺസന്. ഭാര്യ 1 മാസം മാറി നിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം UK-ലോട്ടോ. സാക്ഷ്യങ്ങളിലെ ഭീകരി സാറാ ജിബി. ഡാനിയൽ ബ്രദറിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നത് എന്ത്? ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടത്തല്ല്. NCFI-ലെ യൂത്തിനെ മാനസികവും ശാരീരികമായി തളർത്തിയത് ആർ? ചട്ടിവടിച്ച ഭീകരൻ. ക്യാമ്പിനിടയിൽ മഗ്ഗിനടി. അലിൻ ബ്രദറിന് വധഭീഷണി, ടീന ചേച്ചിക്ക് ജയിൽ. YPF സെക്രട്ടറി ഏബൽ YPF ഉപേക്ഷിക്കാനുള്ള കാരണമെന്ത്? വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഫോട്ടോഗ്രാഫർ അവാർഡ് പാസ്റ്റർ ജോൺസന്. ആദ്യമായി YPF വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഹോളിവുഡ് ആൻഡ് ബോളിവുഡ് പാപ്പരാസികളെ തകർത്ത് എയർപോർട്ട് ചിത്രം പകർത്തുന്നതിന് പാസ്റ്റർ ജോൺസന് ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഈ അവാർഡിനായി അദ്ദേഹം ഒത്തിരി പരിശ്രമിക്കുകയുണ്ടായി എന്നാണ് YPF-നോട് ഷെയർ ചെയ്തത്. എല്ലാ ഫാമിലിയെയും കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ എഴുന്നേറ്റ് പോയി എയർപോർട്ടിൽ നിൽക്കുക പതിവായിരുന്നു. ഈ അവാർഡ് കരസ്ഥമാക്കിയതിനാൽ NCFI ഫിനാൻസ് മാനേജർ സ്റ്റീഫൻ അങ്കിൾ ലീഡേഴ്സുമായി കൂടി ആലോചിച്ച് പാസ്റ്ററിന് ഒരു DXLR വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നും YPF പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. ഭാര്യ 1 മാസം മാറി നിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. വളരെ വ്യത്യസ്തമായൊരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. ബ്രദർ ജിബിൻ ഭാര്യ 1 മാസം മാറി നിന്ന സന്തോഷത്തിൽ വീട് തലതിരിച്ചു വെച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ നെയ്ബേഴ്സ് കൗൺസിലിന് നൽകിയിരിക്കുന്ന പരാതി. 1 മാസം താൻ രാജയോഗത്തിലായിരുന്നുവെന്നും ഭാര്യ മാറി നിന്നതിനാൽ അദ്ദേഹത്തിന് NCFI-ലെ സ്ത്രീ ശക്തികൾ കൈയെറിഞ്ഞ് സഹായിച്ചതിനാൽ പട്ടിണി കിടന്ന് ചത്തില്ല എന്നുമാണ് അദ്ദേഹം നമ്മോട് അറിയിച്ചത്. എന്നാൽ തിരിച്ചു വന്ന ഭാര്യ സാറാ ജിബി ഇനി ജിബിൻ ബ്രദറിനെ തനിച്ചാക്കി എവിടെയും പോകില്ല എന്നും ഒരു പരദൂഷണം പൊങ്ങി വരുന്നുണ്ട്. ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം UK-ലോട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരുന്ന NCFI ചർച്ചിലേക്ക് കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ് ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നാസ നമുക്ക് തന്ന വിവരം. ഇവർ ആരൊക്കെയാണെന്നോ എങ്ങനെയാണെന്നോ YPF ക്യാമറ കണ്ണുകൾക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാൽ YPF-ന് ഇവരുടെ തലവൻ അലിൻ ബ്രദറിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. തലവൻ അലിൻ നേരത്തെ വന്ന് നല്ല പിള്ള ചമയുകയും മെൻസ് പ്രെയർ മൊത്തത്തോടെ ഏറ്റെടുക്കുകയും ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ച് പാസ്റ്ററിൻ്റെ പ്രീതി പറ്റി പിടിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. സാക്ഷ്യങ്ങളിലെ ഭീകരി സാറാ ജിബി. NCFI-ലെ സൺഡേ വർഷിപ്പ് ടൈമിനിടയിൽ സാക്ഷ്യങ്ങൾ പറയാൻ മത്സരിക്കുന്ന ടീന ചേച്ചിയും സാറാ ജിബിയും ഒരു സൺഡേ ഒരുമിച്ച് വരികയുണ്ടായി. അതൊരു കൊടിയ കാറ്റടിച്ച അനുഭവമായിരുന്നു എന്നാണ് NCFI-ലെ വിശ്വാസ പോരാളികൾ അറിയിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളിലെ എയർപോർട്ടിൽ കയറിയിറങ്ങി ഒടുക്കം ഇന്ത്യയിലെത്തിയ സാറാ ജിബി അത് മറച്ചു വെച്ച് സാക്ഷ്യം ഒതുക്കിയെന്നാണ് സാറാ ജിബിയുടെ ഹസ്ബൻഡ് ജിബിൻ ബ്രദർ YPF-നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ടീന ചേച്ചിയും സാറാ ജിബിക്കും ഒരുമിച്ച് സാക്ഷ്യം പറയാൻ അവസരം നൽകിയാൽ പാസ്റ്ററിന് വചനം ശുശ്രൂഷിക്കാൻ സമയം കിട്ടില്ല എന്ന് പേടിച്ച് ഇവർ ഒരുമിച്ച് വരുന്ന സൺഡേ പാസ്റ്റർ സാക്ഷ്യത്തിനുള്ള സമയം എടുത്തു മാറ്റിയെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അവാർഡ് പേമഴയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലീഡിംഗ് വർഷിപ്പ്. ഈ വർഷത്തെ ലീഡിംഗ് വർഷിപ്പിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് NCFI-ലെ മെൻസ് ഗ്രൂപ്പിനാണ്. മെൻസ് ഗ്രൂപ്പ് ലേഡീസ് ഗ്രൂപ്പിനെ കടത്തിവെട്ടുകയും പ്രാർത്ഥനയിൽ മുന്നേറുകയും ചെയ്യുന്നു എന്നാണ് ഇടയ്ക്ക് മാത്രം തല കാണിച്ച് വിവരം ചോർത്തുന്ന YPF സെക്രട്ടറി ഏബൽ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് നാളുകളായി ആരുമില്ലാതെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും ഏബൽ നമ്മളോട് അറിയിച്ചു. ബെസ്റ്റ് പാപ്പ അവാർഡ്. ഈ വർഷത്തെ ബെസ്റ്റ് പാപ്പ അവാർഡിന് അർഹനായിരിക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ജിബിൻ ബ്രദറാണ്. ഭാര്യ 1 മാസം മാറി നിന്നാലും കുട്ടികളെ മാനേജ് ചെയ്യാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ പ്രചോദനം ഏറ്റെടുത്ത് ടീന ചേച്ചിയെ 1 മാസത്തേക്ക് നാട് കടത്തി 3 കുട്ടികളെ സ്വന്തമായി മാനേജ് ചെയ്ത് അവാർഡ് കരസ്ഥമാക്കുമെന്നാണ് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിബിച്ചാൻ നമ്മോട് അറിയിച്ചിരിക്കുന്നത്.
സകലകലാ വല്ലഭൻ അവാർഡ്. ഈ വർഷത്തെ സകലകലാ വല്ലഭൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്റ്റീഫൻ അങ്കിളിനാണ്. ക്യാമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമാണ് അവാർഡ് നോമിനേഷനുള്ള പ്രധാന കാരണം. വിഗ് വെച്ച ആളുകളെ ചിരിപ്പിക്കുക, രാവിലെ നേരത്തെ എഴുന്നേറ്റ് മെയിൻ ഹാളിലെ ചെയറിലിരുന്ന് ഫോൺ നോക്കുക, സിസ്റ്റമാറ്റിക്കായി ഫുഡ് കഴിക്കുക, മൈക്ക് കേടായപ്പോൾ ചൂടാകുക, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത വിധം ടാലൻസായി അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ ആരും NCFIയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നല്ല നടപ്പ് അവാർഡ്. ഈ വർഷത്തെ നല്ല നടപ്പിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മേഘയ്ക്കാണ്. എല്ലാ സൺഡേയിലും വർഷിപ്പിന് വരിക, ഒരു കോട്ടേജ് മീറ്റിംഗ് പോലും മിസ് ചെയ്യാതിരിക്കുക, ഫാസ്റ്റിംഗ് പ്രയറിന് 2 ദിവസം മുന്നേ തന്നെ ഫാസ്റ്റിംഗ് ചെയ്യുക. ഇത്രയും സൽസ്വഭാവമുള്ള ഒരു യൂത്ത് NCFIയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പാസ്റ്റർ മേഘയെക്കുറിച്ച് അവകാശപ്പെടുന്നത്. ഡാനിയൽ ബ്രദറിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നത് എന്ത്? വളരെ വ്യക്തമല്ലാത്തൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡാനിയൽ ബ്രദറിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ടാലൻ്റാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള കഴിവിനെ വാനോളം പ്രശംസിച്ചു എങ്കിലും YPFന് അറിയാൻ സാധിച്ചത് ഫോട്ടോ എടുക്കാൻ മാത്രമേ താല്പര്യം പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നും എടുത്ത ഫോട്ടോസ് ഒന്നും വിശ്വാസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുമാണ്. ഈ വിവരം നമ്മളെ അറിയിച്ചത് ഗ്രൂം ടു ബി പ്രോഗ്രാമിലെ ഗ്രൂമായിരുന്ന ഏബലാണ്. 10-15 പോസ് ഇട്ട് ഭാര്യയെ ഇംപ്രസ് ചെയ്യാനെടുത്ത ഒരു പിക്ക് പോലും കിട്ടിയില്ല എന്നാണ് ഏബലിൻ്റെ രോദനം. ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടത്തല്ല്. NCFIയിൽ ഈ വർഷം നടത്തിയ ക്യാമ്പ് അതിവിജയകരമായിരുന്നുവെങ്കിലും അതിൻ്റെ പിന്നറയിൽ കോർഡിനേറ്റേഴ്സ് അലിനും സ്റ്റെഫിയും തമ്മിൽ കലഹമായിരുന്നു എന്നാണ് YPFന് അറിയാൻ സാധിച്ചത്. സ്റ്റെഫി ഒരു പേപ്പറിൽ ഓരോ ഫാമിലിയും പൊക്കി എഴുതി ആളുകളുടെ പ്രീതി പിടിച്ചെടുത്തതാണ് പ്രാഥമിക കാരണമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനു പുറമെ സ്റ്റെഫിയെ പാസ്റ്റർ, സ്റ്റെഫി മോൾ എന്ന് വിളിച്ചത് ശോഭിതനായ അലിൻ ബ്രദർ ഒരു ദിവസം ക്യാമ്പിൽ നിരാഹാര സമരം നടത്തിയെന്നും വിശ്വാസികളെ അതിരാവിലെ മുതൽ വിസിലടിപ്പിച്ച് പേടിപ്പിച്ചെന്നും അറിയാൻ സാധിച്ചു. NCFIയിലെ യൂത്തിനെ മാനസികവും ശാരീരികമായി തളർത്തിയത് ആർ? NCFIയിലെ യൗവനക്കാരായ മേഘയും ജിന്താഷിനെയും മാനസികവും ശാരീരികവുമായി പാസ്റ്റർ ആൻറ്റി തളർത്തിയ വാർത്തയാണ് ചൂടോടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ വിശപ്പടക്കാൻ ബ്രെഡ് തപ്പി അടുക്കളയിൽ വന്ന യൗവന ജനങ്ങളെ അടുക്കളയിൽ പണിയെടുത്ത് നിന്ന പാസ്റ്റർ ആൻറ്റി ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്ന പാട്ടുപാടി മാനസികമായി തളർത്തി അവരെ കൊണ്ട് എന്തേലും ഹെൽപ്പ് വേണമോ എന്ന് ചോദിപ്പിച്ച് തലേ ദിവസം 100 പേർക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്ത അണ്ടാവ് കഴുകിപ്പിച്ച് ശാരീരികമായി തളർത്തി എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. പാത്രം കഴുകുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത അലിൻ ബ്രദറും പാത്രം കഴുകുമ്പോൾ ഗ്ലൗ ഇടുന്നത് പാത്രത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് ഗ്ലൗ കൊടുത്ത ബിജി ചേച്ചിയും യൗവന ജനങ്ങളുടെ ഇടയിലെ അടുത്ത ടാർഗറ്റാണെന്നും അറിയാൻ സാധിച്ചു. ചട്ടി വടിച്ച ഭീകരൻ. ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് YPFന് ലഭിച്ചത് ചട്ടി വടിച്ച് പാത്രം ക്ലീനാക്കിയതിന് ചട്ടി അവാർഡ് ലഭിച്ചിരിക്കുന്നത് സിറിയക്കിനാണെന്നാണ്. സിറിയക്കിനെ കടത്തിവെട്ടി ചട്ടി വടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലെന്നാണ് കേട്ടറിവ്. എന്നാൽ ചട്ടി വടിച്ചത് എക്സ്ക്ലൂസീവായി വീഡിയോ പിടിച്ച ജിബിച്ചാൻ നമ്മളെ അറിയിച്ചത് ഇങ്ങനെയാണ്. ചട്ടി അടുക്കളയിൽ പോയി അടിപിടി കൂടി ബിജി ചേച്ചിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു എന്നാണ്. അടിപിടി കൂടിയ ടൈമിൽ പരിക്കേറ്റ ബിജി ചേച്ചി ഇനി മേലാൽ ക്യാമ്പിൻ്റെ പരിസരത്ത് പോലും ചട്ടി അടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ക്യാമ്പിലെ ബെസ്റ്റ് കോർഡിനേറ്റർ. ഈ വർഷത്തെ ക്യാമ്പിലെ ബെസ്റ്റ് കോർഡിനേറ്റർ അലിൻ ബ്രദർ. അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രമായി പോയെന്നും അലിൻ ബ്രദറിൻ്റെ സ്വപ്നത്തെ തകർത്ത് ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ബിജി ചേച്ചിയാണ്. അവാർഡിനുള്ള കാരണം ഫുഡ് കൊടുത്ത് ജഡ്ജസിനെ സ്വാധീനിച്ചതാണെന്നും മറ്റു കോർഡിനേറ്റേഴ്സ് പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ അവാർഡിൽ മനം നൊന്ത് ഒരു സൈഡിൽ അലിൻ ബ്രദർ വിസിലൂതി നടക്കുകയും മറു സൈഡിൽ സ്റ്റെഫി ഓരോരുത്തരെക്കുറിച്ച് പൊക്കി എഴുതിയതെല്ലാം മാറ്റി എഴുതി എന്നുമാണ് ഇപ്പോൾ ലഭിച്ച വാർത്ത. ക്യാമ്പിനിടയിൽ മഗ്ഗിനടി. ക്യാമ്പിനിടയിൽ നടന്ന വ്യത്യസ്തമായ വാർത്തകളെല്ലാം തന്നെ YPF ക്യാമറ കണ്ണുകൾ പ്രേക്ഷകരെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ക്യാമ്പിനിടയിൽ നടന്ന കപ്പിനടി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ന്യൂസാണ്. ക്യാമ്പിന് വരുന്നത് പ്രമാണിച്ച് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ പുതിയ കപ്പുമായി വന്ന ടീന ചേച്ചിയുടെ കപ്പ് ക്യാമ്പ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ കളവ് പോകുകയുണ്ടായി. കപ്പ് കൊടുത്ത് ടീന ചേച്ചിയെ സഹായിച്ച ജെമി ചേച്ചി ടീന ചേച്ചിക്കൊരു റോൾ മോഡലായി. എന്നാൽ എല്ലാവരെയും തന്നെ രാവിലെ തന്നെ വിസിലടിച്ച് ഉണർത്തുന്ന അലിൻചാൻ സങ്കടത്തിലിരുന്നത് കണ്ടപ്പോഴാണ് ടീന ചേച്ചി കപ്പുമായി ആ വഴി വന്നത്. സങ്കട കാരണം കപ്പില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ ടീന ചേച്ചി കപ്പ് നൽകി അലിൻ ബ്രദറിന് ഒരു റോൾ മോഡലാകുകയായിരുന്നു. എന്നാൽ ക്യാമ്പിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് തൻ്റെ കപ്പാണെന്നറിഞ്ഞ കപ്പിൻ്റെ യഥാർത്ഥ മുതലാളി റോണങ്കിൾ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ തന്നെ ക്യാമ്പിൽ നിന്ന് പോകുകയുണ്ടായി.
ഇതിന് കാരണം താങ്കളാണെന്ന് മനസ്സിലാക്കിയ ടീന ചേച്ചിയും അലിൻ ബ്രദറും നെക്സ്റ്റ് ഇയർ ക്യാമ്പിൽ എല്ലാ ഫാമിലിക്കും മഗ് സ്പോൺസർ ചെയ്യുന്നതാണെന്ന് അവർ YPF വഴി നിങ്ങളെ അറിയിക്കുകയാണ്. അലിൻ ബ്രദറിന് വധഭീഷണി, ടീന ചേച്ചിക്ക് ജയിൽ. അലിൻ ബ്രദറിന് വധഭീഷണി ലഭിച്ചത് ക്യാമ്പിൻ്റെ ഇടയിൽ ഊണോ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഊണോ കളിക്കുന്ന ടൈമിൽ കളിയിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ കളിയാക്കുകയും സ്വന്തമായി ട്രോൾ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അലിൻ ബ്രദർ. ഗെയിമിൽ റൂൾസ് ഫോളോ ചെയ്തു പോകുന്ന ഡാനിയൽ ബ്രദറിനെ പറ്റിക്കുകയും അദ്ദേഹത്തിനെ ശുഭിതനാക്കി റൂമിൽ പറഞ്ഞു വിടുകയും ചെയ്ത ശേഷം ഊണോ കളിക്കാൻ കൂടിയിരുന്ന കൂട്ടുകാർ അലിൻ ബ്രദറിനോട് വധഭീഷണിക്കുള്ള എല്ലാ സാഹചര്യവും പൊങ്ങി വരുന്നുണ്ടെന്ന്, ഇതിനാൽ വിസിൽ മാറ്റിവെച്ചില്ല എങ്കിൽ വിസിലുള്ളിൽ പോകാൻ ചാൻസ് ഉണ്ടെന്നും അലിൻ അണ്ണനെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇതേ ടൈമിൽ ഊണോ കളിച്ചുകൊണ്ടിരുന്ന ടീന ചേച്ചിയോട് മുൻ വൈരാഗ്യമുള്ള രീതിയിൽ കാർഡുകൾ എളിപ്പിച്ച ബിനു ബ്രദറിനെതിരെ ടീന ചേച്ചി തിരിയുകയുണ്ടായി. കൂടെ കളിച്ച എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ടീന ചേച്ചിയെ കളിയിൽ തകർക്കുക എന്നതായിരുന്നു ബിനു ബ്രദറിൻ്റെ ഉദ്ദേശം. എന്നാൽ പ്രകോപിതയായ ടീന ചേച്ചി ബിനു ബ്രദറിന് അടി കൊടുത്ത് ജയിലിൽ പോകാതിരിക്കാൻ ജിബിച്ചാൻ കളി ഉപേക്ഷിച്ച് ടീന ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. YPF സെക്രട്ടറി ഏബൽ YPF ഉപേക്ഷിക്കാനുള്ള കാരണമെന്ത്? ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഏബൽ YPF ഉപേക്ഷിച്ചത്. NCFIലെ മുതിർന്ന ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഏബലിന് YPFൽ തിരിച്ചു കയറുവാൻ സാധിച്ചില്ല. ലീഡേഴ്സ് പറഞ്ഞത് ഏബലിന് 2 അടിയുടെ കുറവാണെന്നാണ്. എന്നാൽ YPF ഉപേക്ഷിക്കാൻ കാരണം ഏബൽ YPFനോട് അറിയിച്ചത് ഇങ്ങനെ: ആദ്യമായി കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് എങ്ങനെ ഒരു നല്ല ഭർത്താവാകാം, എങ്ങനെ ഭാര്യ അനുസരിച്ച് ജീവിക്കാമെന്ന് വളരെ സൈലൻ്റായി പഠിക്കുകയായിരുന്നു എന്നാണ്. ഈ വാർത്തകളോടുകൂടി ഈ മാസത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്: വാർത്തകളിൽ ശുഭതരായി ആരും അവതാരികയെ തല്ലാനോ പരിക്കേൽക്കാനോ പാടുള്ളതല്ല എന്നും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.